43 വർഷം പിന്നിടുന്ന ഇന്ന് ഇൻലാൻഡ് മാഗസിന്റെ ഓണപ്പതിപ്പ് പുറത്തിറങ്ങി. അതോടെ ഈ വർഷം ഇറങ്ങുന്ന ആദ്യ ഓണപ്പതിപ്പായി ഇന്ന് മാറി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളില്ലാതെ വന്ന ഇന്നിൽ ഇത്തവണ കുറിപ്പുകളുമായി എത്തിയത് സാഹിത്യലോകത്തെ 63 നക്ഷത്രങ്ങൾ. ഇന്ന് മാഗസിനെ കുറിച്ച് ഒരു വിവരണം ആവശ്യമില്ല. 43 വർഷങ്ങളായി അക്ഷരസ്നേഹികളുടെ ഹൃദയത്തിൽ പതിഞ്ഞതാണ് ഇന്ന് മാഗസിനും അതിന്റെ പത്രാധിപർ മണമ്പൂർ രാജൻ ബാബുവും. പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ലോകത്ത് വിജയത്തിളക്കത്തോടെ മുന്നേറുന്ന ഇന്നിനെ കുറിച്ച് പത്രാധിപർ മണമ്പൂർ രാജൻ ബാബു തന്നെ പറയുന്നത് കേൾക്കാം. 81 ഡിസംബറിലാണ് ഇന്ന് മാസിക ആരംഭിക്കുന്നത്. ഇത് 43ാം വർഷത്തിലാണ്. ഇതിൻ്റെ ഒരു 6ാം പിറന്നാൾ പതിപ്പിന്, പുസ്തക രൂപത്തിലുള്ള 6ാം പിറന്നാൾ പതിപ്പിന് സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന മാഗസിൻ എന്ന നിലയ്ക്ക് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഉള്ളത്. ഇപ്പോഴും സജീവമായി പോകുന്നു. ഈ 43ാം വർഷത്തിലും സജീവമായി പോയിക്കൊണ്ടിരിക്കുന്നു. തപാലിലാണ് ഈ മാഗസിൻ വരിക. മാഗസിൻ കിട്ടാൻ എന്ത് വേണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരു വർഷം, ഈ ഓണപ്പതിപ്പ് ഉൾപ്പെടെ ഒരു വർഷത്തേക്ക് 150 രൂപ അയച്ചാൽ മതി. എന്നിട്ട് അവരുടെ മേൽവിലാസവും, അത് ഗൂഗിൾ പേ ചെയ്യാം, ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യാം. അതിനു പുറമെ അയക്കുന്ന ആളിൻ്റെ മേൽവിലാസം വാട്സാപ്പ് ചെയ്ത് തരണം. കൃത്യമായി അവർക്ക് അയച്ചു കൊടുക്കുക തന്നെ ചെയ്യും. MT വാസുദേവൻ നായർ, ഷാജി N കരുൺ, T പത്മനാഭൻ, MK സാനു, M ലീലാവതി, ശ്രീകുമാരൻ തമ്പി, പെരുമ്പടവം ശ്രീധരൻ, C രാധാകൃഷ്ണൻ, സച്ചിദാനന്ദൻ, സേതു, KGS, KV രാമകൃഷ്ണൻ, പ്രഭാവർമ്മ, മുണ്ടൂർ സേതുമാധവൻ, റഫീഖ് അഹമ്മദ്, ആലങ്കോട് ലീലാകൃഷ്ണൻ, PK ഗോപി, K ജയകുമാർ തുടങ്ങി മണമ്പൂർ രാജൻ ബാബു വരെയുള്ള 63 പേരുടെ രചനകളാണ് ഇത്തവണത്തെ ഓണപ്പതിപ്പിന്റെ പ്രത്യേകത. ഓൺലൈൻ വായനയുടെ ഈ കാലഘട്ടത്തിലും ഇന്നിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. 43 വർഷങ്ങളായി മലയാളിയുടെ വായനാ സംസ്കാരത്തിന്റെ ഭാഗമായ ഇന്ന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചതു മുതൽ ഇന്നുവരെ എഴുത്തുകാരൻ മണമ്പൂർ രാജൻ ബാബുവാണ് ഇതിന്റെ എഡിറ്റർ. മറ്റ് മാസികകളിലെ പോലെ കഥയും കവിതയും നിരൂപണവും എഡിറ്റോറിയലുമെല്ലാം ഈ ഇൻലൻഡ് മാസികയിലും ചുരുക്കി ഉൾപ്പെടുത്തുന്നു. ചുരുക്കുമ്പോൾ ആത്മാവ് നഷ്ടപ്പെടാതെ വായനക്കാരെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നു എന്നതാണ് ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പത്രാധിപർ പറഞ്ഞു. ഇന്നിൽ അക്ഷരങ്ങൾ കുറിക്കാത്ത എഴുത്തുകാർ കേരളത്തിൽ ഉണ്ടാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം. SS മീഡിയ, മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.